ഹലോ ഓൾ, വെൽക്കം ടു ലേക്ക് ഡിസ്ട്രിക്ട്. ലേക്ക് ഡിസ്ട്രിക്ട് ഉള്ളത് ആക്ച്വലി ഇംഗ്ലണ്ടിൽ തന്നെയാണ് കേട്ടോ. ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിൽ കുംബ്രിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പിന്നെ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ചേട്ടനുള്ളത് ലച്ചുവത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നൊരു 5-6 മണിക്കൂറോളം ഉണ്ട് കാറിൽ ഇങ്ങോട്ട്. അപ്പം തിരിച്ചു പോകാൻ ഒറ്റ ദിവസം കൊണ്ട് വന്ന് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഒരു എയർബിഎൻബി എടുത്താണ് താമസിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച എയർബിഎൻബിയും എയർബിഎൻബിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കുറേ ഇത് ആക്ച്വലി ഒരു ഫാം ഹൗസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫാം ആനിമൽസും ഇതൊക്കെയായിട്ട് നല്ല 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ താമസിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഓണർ ആദ്യമേ പറഞ്ഞായിരുന്നു അവിടെ മറ്റേ 2 ഡോങ്കീസ് ഉണ്ട്, ജൂക്കും ഫ്ലോറൻസും എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ക്യാരറ്റ് കൊടുക്കണമെന്നും പിന്നെ അവിടെ താഴെ കാണുന്നില്ലേ അത് ചിക്കൻ കൂപ്പാണ്. അപ്പോൾ കൂപ്പിൽ എഗ്ഗ് ഉണ്ടാവും, അതായത് ഉണ്ടാവണമെന്നല്ല, പക്ഷേ ഉണ്ടായാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രാവിലെ പോയി ചെക്ക് ചെയ്താൽ മതി. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴോ സമയമുള്ളപ്പോൾ പോയി ചെക്ക് ചെയ്യുക. എഗ്ഗ് ഉണ്ടെങ്കിൽ പോകുന്നത്. ഒരു മുട്ട ഇട്ടിട്ടില്ല ഗൈസ്. കോഴികൾ സമരത്തിലാണ്. തണുപ്പായ കാരണം കോഴികൾ തീരുമാനിച്ചു ഇനി ചൂട് വന്നിട്ട് അല്ലെങ്കിൽ വെയിൽ വന്നിട്ട്. പക്ഷെ വീട്ടിലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് വീണ്ടും നോക്കും. ഇവിടുത്തെ ഓണർ ചേട്ടൻ പറഞ്ഞേക്കില്ലേ, അറിയില്ല, പുള്ളിക്കാരന്റെ സൈറ്റാണ്. നമുക്ക് ജൂക്കിന്റെ ഫ്ലോറൻസിന്റെ അടുത്ത് പോവാം. ഉള്ളിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലേ? അതാ ഒരുത്തം വരുന്നുണ്ട് കേട്ടോ. വിളിച്ച ഉടനെ ഒരുത്തം വരുന്നുണ്ട്. അടുത്താൻ വരുന്നുണ്ട് കുണുങ്ങി കുണുങ്ങി. ബാർബർ വന്നിട്ട് ചോദിച്ചു എന്ത് വേണം. അപ്പോ അല്ല ആള് കയറി ചോദിച്ചു എന്തുണ്ട്. അപ്പൊ ബാർബർ കട്ടിങ് അപ്പൊ അയാള് പറഞ്ഞു 2 ഓരോ പ്ലേറ്റ് പോരട്ടെ. കാറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളിൽ കണ്ടു വരും.
നമ്മൾ ആദ്യത്തെ ദിവസത്തെ ആദ്യ ലൊക്കേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഏത് ലൊക്കേഷനാണെന്ന് നമുക്കറിയില്ല. അതെ, നമ്മുടെ ഡ്രൈവർ പുൾബർ നമ്മളെ പുൾബറിന്റെ അസിസ്റ്റന്റുമാണ് കാര്യങ്ങൾ നോക്കുന്നത്. അതെ, പുൾബറിന്റെ അസിസ്റ്റന്റ് ആണ് ഡയറക്ഷൻ കാണിക്കുന്നത്. ഞങ്ങൾ ഫ്രൈഡേ വൈകുന്നേരം കേട്ടോ ലേക്ക് ഡിസ്ട്രിക്റ്റിലെത്തിയ. എന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി കാണിച്ച ഫാം ഹൗസിലാണ് സ്റ്റേ ചെയ്ത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനിറങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നത് പൂലെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വില്ലേജ്, ഫുള്ള് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു വില്ലേജ്. പിന്നെ ഒരു ലേക്കും ഉണ്ട്, ഉൾസ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുള്ളൊരു നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു വാട്ടർഫോൾ കാണാനായിട്ടായിരുന്നു. എയറാ ഫോഴ്സ് വാട്ടർഫോൾ അങ്ങനെയാണ് എൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകുന്ന വഴിയൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. കുറേ എന്താ പറയുക, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വഴികളാണ്. സ്റ്റോണിൻ്റെ സ്റ്റെപ്സൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരുന്നൊരു വഴികളായിരുന്നു അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ വാട്ടർഫോൾ കാണാനായിട്ട് കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. പ്രാമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കൊച്ചിനെ എടുത്തുകൊണ്ട് വേണം നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളധികം ഒരുപാടൊന്നും നടന്നില്ല. ഞങ്ങളൊരു 2 വ്യൂ പോയിൻറ്റിൽ പോയി നിന്ന് വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു, അവിടെയും കൂടെ പോയി അവിടുന്ന് വാട്ടർഫോളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകും.
ഇവരെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോയത് കാസൽ റിഗ് സ്റ്റോൺ സർക്കിളിലേക്കാണ്. ഇത് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ കെസ്വിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലർ ഫോമിൽ ഈ കാണുന്ന സ്റ്റോൺസൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് 5000 years ago, അതായത് 5000 വർഷം പഴക്കമുണ്ടെന്ന് ഈ സ്റ്റോൺസിനൊക്കെ. എന്താ അല്ലേ? അങ്ങനെ കാസൽ റിഗ് സ്റ്റോൺ സർക്കിൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അന്നത്തെ യാത്രയൊക്കെ മതിയാക്കി വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇറങ്ങിയത് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ വേറെ പ്ലേസസ് ഒക്കെ കാണാനായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ യാത്രയിൽ ഞങ്ങൾ മോസ്റ്റ്ലി ഞങ്ങൾ കണ്ടതൊക്കെ മൗണ്ടൻസാണ്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മൗണ്ടൻസിൻ്റെ നടുക്ക് കൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര മൊത്തം. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ മൗണ്ടൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്ന ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ട്. കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ വലിയ ഹ്യൂജ് വാട്ടർഫോൾസ് ഒന്നുമല്ല, നല്ല കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസുകൾ ഈ മൗണ്ടൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കാണുമ്പോഴല്ലേ നല്ല രസമാണത് കാണാൻ. വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പുള്ള വെള്ളം, നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളിലൂടെയും മലനിരകളുടെ നടുക്ക് കൂടെയുള്ള വഴികളിലൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു താഴ്വാരത്തിൽ ഒരു സ്റ്റോപ്പ് എടുത്തു. ഇടയിൽ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാവാം ഇനി അടുത്ത യാത്ര എന്ന് പറഞ്ഞ്. പിന്നെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പം എന്തായാലും നിർത്തി സ്ഥലം കാണാം, കൂടെ സ്നാക്സും കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റോപ്പൊക്കെ ചെയ്ത് അവിടെ പായൊക്കെ കൊണ്ടുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചയൊക്കെ കണ്ട് പിന്നീടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ഇടുങ്ങിയ വഴി കൂടെ ഫുള്ള് അപ്പുറത്തൊക്കെ മരങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വഴിയുള്ള റൂട്ടിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ ഒരു കുന്ന് കയറി പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ സർപ്രൈസ്, കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേരാണ് സർപ്രൈസ് വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ഡ്രെൻമെൻറ്റ് വാട്ടർ തടാകം ഇതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസം. അങ്ങനെ അടുത്തത് ഞങ്ങൾ പോയതൊരു ബീച്ചിലേക്കാണ്, സെൻറ്റ് ബീസ് കോസ്റ്റ് ലൈൻ. ഈ ബീച്ച് ശരിക്കും ഉള്ളത് ഞങ്ങൾ താമസിച്ച Airbnb ഫാം ഹൗസിന് ഏറെക്കുറെ ഒരു 5 to 10 minute ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ബാക്കി യാത്രയൊക്കെ മതിയാക്കി വീട്ടിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആ ബീച്ചും കൂടെ കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ലേക്ക് ഡിസ്ട്രിക്റ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്ത് സ്ഥലം വിടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.